സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നേ ദിവസം നമുക്കറിയാം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു തിരുനാളാണ്. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നു. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം. അവൻ എല്ലാവരെയും പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പാപം അടിമത്തമാണ്, അസ്വാതന്ത്ര്യമാണ്, ഭയം നൽകുന്നവയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിച്ച് ദൈവമകൻ്റെ മകളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം ഒരുക്കിയ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. ആ രക്ഷാകര പദ്ധതിയുടെ ആരംഭമാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തോട് സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് അമ്മ ഒരു കുഞ്ഞിനെ നൽകി, വചനത്തെ നൽകി, വചനം മാംസമാക്കി. ആ വചനത്തെ സ്വീകരിച്ചുകൊണ്ട്, അതേ അമ്മ ഉള്ളിൽ സ്വീകരിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പാന്താവുകളിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള വലിയ കൃപാവരം നമ്മിൽ നിറയട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.